ഹായ് നമസ്കാരം. ദിസ് ഇസ് അഭിലാഷ് വൃന്ദാവൻ അഗൈൻ ഫ്രം NRI ട്രേഡർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് ഈഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ കമ്പനി എന്താണ് ചെയ്യുന്നത്, ഈ കമ്പനിയുടെ ബിസിനസ് എന്താണ്, ഫണ്ടമെന്റൽസ് എന്താണ് നമ്മളോട് പറയുന്നത്, അതേപോലെ തന്നെ ടെക്നിക്കൽ പാറ്റേൺസ് എന്താണ് നമ്മളോട് പറയുന്നത്, വാട്ട് ഈസ് ദ ടെക്നിക്കൽ ടാർഗറ്റ്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെയും ഫിനാൻഷ്യൽ, അതേപോലെ തന്നെ ബിസിനസ്, അതേപോലെ തന്നെ ഫണ്ടമെന്റൽസ്, ഇങ്ങനെ മൂന്നിനെയും നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ട് ഒരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമുക്ക് സിനാരിയോ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ട്രേഡ് എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡിയാണ് നടത്തുക. ഓരോ കമ്പനിയെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡിയാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മുഴുവനായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിന്റെ ഓപ്ഷൻസിനെ കുറിച്ച് യാതൊരു കാര്യവും സംസാരിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്, ഞാൻ കണ്ട ആൾക്കാർ അങ്ങനെയാണ്. കുറെ പേര് ആത്മഹത്യ ചെയ്യുന്നു, കുറെ പേരുടെ പൈസ പോയി, കുറെ പേര് 5 ലക്ഷം പോയി, 10 ലക്ഷം പോയി. ദർ ഇസ് n നമ്പർ ഓഫ് മെസ്സേജസ് ഐ എം റിസീവിങ് എവറി വീക്ക്, എവറി ഡേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. സോ വട്ട് ഐ വോണ്ട് ടു സേ ഈസ്, നിങ്ങൾ ഇക്വിറ്റി ട്രേഡിങ്ങിനെ നന്നായിട്ട് പഠിക്കുക, ഇക്വിറ്റി ട്രേഡിങ്ങിലേക്ക് വരിക. ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുക, ഇവിടെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല ഇവിടെ. ഓക്കെ, അതിന് നിങ്ങൾ എൻ്റെ വീഡിയോ മാത്രം കണ്ടാൽ മതി, നിങ്ങൾ ഈ ചാനലിനെ ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇൻസൈറ്റ്സ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് നമ്മൾ എഴുതി അറിയിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ അമർത്തുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇതൊന്നും ഞാൻ പറയാറില്ല, എന്നാലും പറയുകയാണ്, കുറേ പേര് ചെയ്യണില്ല ആക്ച്വലി. ഓക്കെ, വീഡിയോ കുറേ പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ് നോക്കാം. ഈഡൽവൈസ് എന്ന് പറയുന്ന ഈ കമ്പനി എന്താണ് ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്? ക്രെഡിറ്റ് ബിസിനസ്സിലുണ്ട്, ഹോം ലോൺ ആൻഡ് ബിസിനസ് ലോൺസ് ഉണ്ട്, അസറ്റ് മാനേജ്മെന്റ് സർവീസിൽ ഇവരുണ്ട്. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് സർവീസ് ആൻഡ് അൾട്ടർനേറ്റീവ് അസറ്റ് അഡ്വൈസറി, അതിലും അവരുണ്ട്. ദെൻ അസറ്റ് റീകൺസ്ട്രക്ഷൻ ബിസിനസ്സിലും അവരുണ്ട്, അതിന് അഡ്വൈസറി അവർ കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻഷുറൻസ് ബിസിനസ്സിലും അവരുണ്ട്, ലൈഫ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. ഇതാണ് ഇവരുടെ ഓവറോൾ ഒരു ബിസിനസ് സിനാരിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, 1995 തൊട്ട് ഈ കമ്പനി മാർക്കറ്റിലുണ്ട്, എഡൽവൈസ് ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങും അതേപോലത്തെ കുറേ ബിസിനസ്സിൽ അവരുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട് 4-5 ബിസിനസ്സിൽ അവരുണ്ട്. അവർക്ക് ഏകദേശം 11,000 ഏകദേശം എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 476ഓളം ഓഫീസസ് അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ 3 കാറ്റഗറിയിലുള്ള ബിസിനസ്സിന് അവർക്ക് ഇൻകം അവർക്ക് വരുന്നുണ്ട്. അതിൽ വെൽത്ത് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് 28% റവന്യൂ അവർക്ക് വരുന്നുണ്ട്. ദെൻ അസറ്റ് റീകൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ നിന്ന് 10% എന്താ പറയുക റവന്യൂ അവർക്ക് വരുന്നുണ്ട്. ദെൻ ഇൻഷുറൻസ് ബിസിനസ്സിൽ നിന്ന് 30% റവന്യൂ അവർക്ക് വരുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് ബിസിനസ്സിൽ നിന്ന് അവർക്ക് 32% റവന്യൂ അവർക്ക് അവിടുന്ന് വരുന്നുണ്ട്. ഈ ഓവറോൾ സിനാരിയോ എന്ന് വെച്ചാൽ ഇത്രയും നല്ല ബിസിനസ്സിന് എന്തുകൊണ്ടാണ് പിന്നെ ഇത്രയും രീതിയിൽ ഇതൊരു ഫോൾ ഇവിടുന്നുണ്ടായി അല്ലേ, ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു ഫോൾ ഉണ്ടായി. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 90% അവിടുന്ന് ഫോൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമ്മുടെ ടോപ്പ് പ്രൈസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 90% അവിടുന്ന് ഫോൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഫോൾ ഉണ്ടായിട്ടുണ്ടാവുക? അതിന് റീസൺ നമുക്ക് നോക്കണം. ബേസിക്കലി ഇത്രയും നല്ല കമ്പനിയാണ്, AUM ബിസിനസ്സിലുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ഫോൾ ഉണ്ടായി? വാട്ട് ആർ ദ റീസൺസ് അല്ലേ? റീസൺ വളരെ സിമ്പിൾ ആണ്. എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് ഈ ഇടയ്ക്ക്? ഇത് എപ്പോഴാണ് തുടങ്ങിയത്? 2018 തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഈ 2018 തൊട്ട് ഇവിടം വരെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ട്? ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റി ഫിൻസോപ്പിൽ പോയാലും ഇതേ സംഭവം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നിഫ്റ്റിയിൽ ഓവറോൾ ഫോൾ ഉണ്ടായിട്ടുണ്ട് ആ ഭാഗത്ത് നിന്ന് അല്ലേ. നിഫ്റ്റിയിലും 14% നിഫ്റ്റി ഫോൾ ആയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ അത് കഴിഞ്ഞ് നിഫ്റ്റി ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ എത്ര സമയം കൺസോളിഡേറ്റ് ചെയ്തു നിഫ്റ്റി ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെ അത്രയും സമയം അല്ലെ, ഇങ്ങനെ താഴേക്ക് ഇവിടെ ഈ പോയിന്റിൽ താഴേക്ക് വന്നിട്ട് അതങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് പിന്നെ അതേ ലെവലിലെത്തി, പിന്നെയും താഴെ എത്തി. അപ്പോൾ നിഫ്റ്റി ഒരേ ലെവലിൽ അങ്ങനെ നിൽക്കുകയാണ് അവിടെ അല്ലേ. ഇതേ രീതിയിലാണ് അവിടെ നിന്നിരുന്നത്. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് നിഫ്റ്റി ഫിൻ സർവീസിന്റെ നിഫ്റ്റി ഫിൻ ആണ്. ബേസിക്കലി അതിനകത്ത് എല്ലാ ഫിൻ സർവീസ് കമ്പനികളും ഉണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? സെയിം അതേ സമയത്ത് തന്നെ മൊത്തത്തിൽ ഫോൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ നിഫ്റ്റിയിലും ഫോൾ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ നിഫ്റ്റി ഫിന്നിലും ഫോൾ ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റ്. ദെൻ അതങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തു, ഇത് മേലേക്ക് പോയി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ചാർട്ട് നോക്കുമ്പോൾ എഡൽവൈസിൽ എന്താ സംഭവിച്ചത്? സെയിം തന്നെയാണ്. അതിന്റെ മാർക്കറ്റിന് കൂടെ തന്നെ ആ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നു, പിന്നെ അത് കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ മുകളിലേക്ക് പോകേണ്ട സമയമായപ്പോഴത്തേനും എന്തായി? കൊറോണ വന്നു. ഓക്കെ, കൊറോണ വന്നപ്പോൾ എന്ത് പറ്റി? ഈ ഭാഗങ്ങളിൽ എത്തിയപ്പോഴത്തേനും സ്റ്റോക്ക് പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മുടെ കൊറോണ വന്ന സമയത്ത് ഇഷ്ടംപോലെ ഇവർക്ക് എന്താ പറയുക ഹോസ്പിറ്റൽ കേസസ് കൂടുതൽ വന്നു. അപ്പോൾ ഇവരുടെ ഇൻഷുറൻസ് ബിസിനസ്സിലൊക്കെ ഒരുപാട് എന്താ പറയുന്നത് ഇവർക്ക്
ഒരുപാട് പിന്നെ ക്ലെയിം വന്നു ഇവർക്ക്. അങ്ങനെ ബിസിനസ്സിന് എന്താ പറയുക ഒരേ രീതിയിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നു കുറേ സമയത്തേക്ക് അല്ലേ. പക്ഷേ ഇങ്ങനെയൊക്കെ വന്നെങ്കിലും ഇതൊക്കെ ശാശ്വതമായിട്ടുള്ള റീസൺ ആയിരുന്നോ? അല്ല. കാരണം ഇതൊരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ്. ഈവൻ ഈ പീരീഡിൽ പോലും ഇത് പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇഷ്യൂ ഇല്ല. ഓക്കെ. അപ്പൊ പക്ഷേ നിഫ്റ്റി അതേപോലെ നിഫ്റ്റി പിന്നൊക്കെ അതേ സമയത്ത് ഇതേ രീതിയിൽ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പനി അതിനേക്കാളും താഴേക്കൊന്നും പോയിട്ടില്ല അല്ലേ. അതങ്ങനെ നിൽക്കുമായിരുന്നു. ബേസിക്കലി കൺസോളിഡേറ്റ് ചെയ്യാണ്, അതേ ഒരേ രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യാണ്. അവരുടെ ചെയർമാൻ എന്താണ് പറഞ്ഞേക്കുന്നത്? FY 2023 വാസ് എ ഇയർ ഓഫ് വോൾവിൻ ചേഞ്ച് ആൻഡ് ചലഞ്ചസ് ഫോർ ദ ഗ്ലോബൽ എക്കണോമി. ബേസിക്കലി അത് സത്യമാണ് അല്ലേ. എല്ലാവർക്കും ആ ചലഞ്ചസ് ഉണ്ട്. ദ ഇയർ ഗോൺ ബൈ വോളറ്റിലിറ്റി, വാർ, ഇൻഫ്ലേഷൻ ആൻഡ് ഇൻവേർട്ടഡ് ഈൽഡ് കർവ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു മാർക്കറ്റേ അങ്ങനെ ഉണ്ടായിരുന്നത് അല്ലേ. ഈ പിന്നെ എന്താ പറയുക ബാങ്കിങ് സെക്ടറും അതേപോലെ തന്നെ ഇതേപോലത്തെ ഹോൾഡിംഗ് കമ്പനികളും ഇതേപോലത്തെ ഇൻഷുറൻസ് കമ്പനികളും ഇതേപോലത്തെ ജനറൽ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുന്ന കമ്പനികളൊക്കെ അല്ലേ, ഇവർക്ക് ഈ ഒരു സിനാരിയോയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ റീസൺസ് ഒന്നുമില്ല. വേറൊരു ന്യൂസ് ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നത് ഇത് റീസെന്റ് ആയിട്ട് വന്നൊരു ന്യൂസ് ആണ്. എഡൽവൈസ് ഫൈനാൻഷ്യൽ ടു സെൽ അപ് ടു 20% ടു stake in subsidiary to raise funds അല്ലേ. സബ്സിഡറി റേസ് ഫണ്ട് ഷെയർ ഡ്രോപ്പ് ആസ് മച്ച് as 8%. ബേസിക്കലി പ്രൊമോട്ടർ 20% സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ പോകുന്നു. ആർക്ക് സെല്ല് ചെയ്യാൻ പോകുന്നു അതൊന്നും കൊടുത്തിട്ടില്ല അല്ലേ. ഇപ്പൊ ന്യൂസ് നമ്മളിലേക്ക് എത്തുമ്പോൾ ഈ രീതിയിൽ നമ്മൾ ന്യൂസ് ഇങ്ങനെ വായിച്ചു, എഡൽവൈസ് ഫിനാൻഷ്യൽ ടു സെൽ അപ് ടു 20%. ഈ ഒരു ഒറ്റ വാർത്ത മതി സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരാൻ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ താഴെ ഡീറ്റെയിൽ ആയിട്ട് പോയി വായിക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? അവരെന്തിനാണ് അത് സെല്ല് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, അവർ സെല്ല് ചെയ്യണത് അവരുടെ പിന്നെ ആൾട്ടർനേറ്റീവ് അസറ്റ് മാനേജ്മെന്റ് യൂണിറ്റിന് തന്നെയാണ്, സബ്സിഡറി കമ്പനിക്ക് തന്നെയാണ് സെല്ല് ചെയ്യുന്നത്. ഓക്കെ. എന്തിനാണ് അവർ സെല്ല് ചെയ്യുന്നത്? സെല്ല് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസൺ ആണ്. അവർക്ക് ഫണ്ട് റേസ് ചെയ്യണം. ബേസിക്കലി 10 to 20% സ്റ്റേക്ക് ആണ് അവർ സെല്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ദ കമ്പനി ഈസ് റിസീവിംഗ് സിഗ്നിഫിക്കന്റ് ഇൻട്രസ്റ്റ് ഫോർ ദ സ്റ്റേക്ക് സെയിൽ ഇൻ എഡൽവൈസ് ആൾട്ടർനേറ്റീവ് അസറ്റ് മാനേജ്മെന്റ് EAM. അതിനാണ് അവർ സെല്ല് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ പ്രോസസ് ഈസ് ലൈക്ലി ടു ബി കൺക്ലൂഡ് ഇൻ 4 to 5 months. 4-5 മാസം കൊണ്ട് ഈ സംഭവം എല്ലാം കൺക്ലൂഡ് ആവും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഇപ്പൊ ഈ ഒരു വാർത്ത വന്നപ്പോഴത്തേനും നല്ലൊരു വീഴ്ച പിന്നെ മാർക്കറ്റിൽ ഉണ്ടായി. അപ്പം ഇത് എന്തിനാണ് ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ. എഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ് നെറ്റ് ഡെപ്റ്റ് അമൗണ്ടിങ് 152 billion rupees ആസ് ഓഫ് സെപ്റ്റംബർ എൻഡ് ആൻഡ് ദ കമ്പനി സെഡ് ഇൻ an investor filing in November. ഓക്കെ. അപ്പൊ ടു മൂവ് സെൽ ദ സ്റ്റേക്ക് വിൽ റെഡ്യൂസ് ദ കമ്പനീസ് ഡെപ്റ്റ് ആൻഡ് ഇംപ്രൂവ് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. അതാണ് അതിന്റെ റീസൺ. എന്ന് വെച്ചാൽ കമ്പനി അവരുടെ AUM ബിസിനസ്സിൽ കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ട് ഇനിയും മുമ്പോട്ട് മാർക്കറ്റിലേക്ക് പ്രവർത്തിക്കാൻ പോവുകയാണ്. അതാണ് അവർ ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി അതിനാണ് അവർ സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നത്. ബേസിക്കലി അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, ഡെറ്റിനെ കുറയ്ക്കാൻ പറ്റും, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ദേ ക്യാൻ ഫുൾ ഫ്ലാഷ് ദേ ക്യാൻ വർക്ക് ഓൺ ദ മാർക്കറ്റ്. അടുത്തൊരു ന്യൂസ് ആണ്. എഡൽവൈസ് ഫിനാൻഷ്യൽ എയിം ടു റേസ് അപ് ടു INR 20 billion via stake sale in wholly owned ARM. അത്രേ ഉള്ളൂ. അപ്പൊ ആ ന്യൂസിനെ തിരിച്ചു മറിച്ച് അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണ് ആൾക്കാർ കൺഫ്യൂസ് ആവുന്നതും പേടിക്കുന്നതും ഒക്കെ. ഓക്കെ. സോ ഇവർക്കൊരു A+ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. എഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ് ബോൺഡ്സ് ഔട്ട്ലുക്ക് സ്റ്റേബിൾ. ഓക്കെ. അപ്പൊ A+ റേറ്റിംഗ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ഒരു വിഷയമില്ല. ഇപ്പൊ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ഹൈ ക്വാളിറ്റി ആയ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ്സിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അസറ്റ് മാനേജ്മെന്റ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അസറ്റ് റീകൺസ്ട്രക്ഷൻ, NBFC, ഹൗസിംഗ് ഫിനാൻസ്, ജനറൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഹയസ്റ്റ് ഗ്രോത്ത് കിട്ടുന്ന ബിസിനസ് ഇതാണ്. ഇവരുടെ 55% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കിട്ടിയ ബിസിനസ്സാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതുകൊണ്ടാണ് അവരവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ് അസറ്റ് മാനേജ്മെന്റ് സർവീസിന്റെയും എത്രയാണുള്ളത് 42% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് അവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് അവർ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു. അതിന് അവർക്ക് ഫണ്ട് ആവശ്യമുണ്ട്. അത്ര. അപ്പോൾ ബേസിക്കലി പിന്നെ ഈ കോവിഡിന്റെ സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ കൂടി കോവിഡിന്റെ സമയത്താണ് ഇങ്ങനത്തെ കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ പിന്നെ ഇൻഷുറൻസ് ഒക്കെ ആൾക്കാർ എടുത്തേക്കുന്നത് ഈ സമയത്ത് തന്നെയാണ്. പക്ഷെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നത് സെന്റിമെന്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. അത് ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും? ബിക്കോസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2018 തൊട്ടാണ് ഈ സംഭവം താഴേക്ക് വരാൻ തുടങ്ങിയത്, റൈറ്റ് അല്ലെ? മാർച്ച് 2018 തൊട്ടാണ് താഴേക്ക് വരാൻ തുടങ്ങിയത്. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഇത് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ തൊട്ടാണ് താഴേക്ക് വരാൻ തുടങ്ങിയത്. പക്ഷെ അതേ സമയത്ത് നമ്മളതിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ 2018 മാർച്ച് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടു 2018 സെയിൽസ് എത്രയുണ്ട്? 8,878. പിന്നെ 11,000, 9,000, 10,000, 7,000, 8,500, 9,296. ഇപ്പോൾ പിന്നെ ട്രെയിലിംഗ് 12 മന്തിൽ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ സെയിൽസ് അവർക്ക് കിട്ടുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 131 കോടി രൂപയിൽ നിന്ന് ഇപ്പൊ 466 കോടി രൂപ ട്രെയിലിംഗ് 12 മന്തിൽ തന്നെ അവർക്ക് ആയിട്ടുണ്ട്. അപ്പൊ നെറ്റ് പ്രോഫിറ്റും ഉണ്ട് അവർക്ക്. പിന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നമ്മൾ നോക്കുമ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ എന്താണ് അവർ കാണുന്നത്? 2223 കോടി രൂപയിൽ തുടങ്ങി 1800, 2091, പിന്നെ 2156. അപ്പോൾ ഹയസ്റ്റ് അവർ സെയിൽസ് അവർക്ക് അവിടെ ആയിട്ടുണ്ട് അല്ലെ, കുറച്ച് ഇതിന് ശേഷം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ -56 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്ന കമ്പനി ഇപ്പോൾ 65 കോടി, 77 കോടി, 95 കോടി. അപ്പോൾ അവിടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു വിഷയം എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഇവരുടെ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി പി നോക്കിക്കഴിഞ്ഞാൽ ഇവർ ആ പി റേഷ്യോ വെച്ച് നോക്കുമ്പോഴും കമ്പനിയുടെ വാല്യുവേഷൻ ഇറ്റ്സ് ഓക്കെ അല്ലേ. പി റേഷ്യോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള പി റേഷ്യോ എത്രയാണ്? 34, 35 ആ റേഞ്ചാണ്. 34 അല്ലേ, ഇവിടെ 31. അപ്പോൾ എഡൽവൈസിന് എത്രയാണ്? 19 ഉള്ളൂ ഇവിടെ, അവരെക്കാളും കുറവാണ്. ഈവൻ ഈ പി റേഷ്യോന്റെ റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് പോയാലും നല്ലൊരു രീതിയിൽ ഇവിടുന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഈ സ്റ്റോക്കിനുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയുണ്ട്? മാർക്കറ്റ് ക്യാപ്പ് 7375 കോടി രൂപേന്റെ കമ്പനിയാണ് അല്ലേ. 7375 കോടി രൂപേന്റെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് എഡൽവൈസ് എന്ന് പറയുന്നത്. ഇവരുടെ റിസർവ് നോക്കിക്കഴിഞ്ഞാൽ റിസർവിനകത്ത് ഇവർക്ക് 4300 കോടി രൂപ റിസർവ് അവർക്കുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ക്യാഷ് ഈക്വലൻ നോക്കിക്കഴിഞ്ഞാൽ എത്രയുണ്ട്? ക്യാഷ് ഈക്വലൻ നമ്മൾ താഴെ നോക്കുമ്പോൾ പിന്നെ ഇവിടെ കാണിക്കുന്നത് 3700 കോടി രൂപ അല്ലേ. അപ്പോൾ ഏകദേശം 8000 കോടി രൂപ ഇവരുടെ അടുത്ത് ക്യാഷ് ആയിട്ട് തന്നെ ഈ കമ്പനിയുടെ ഉണ്ട്. അപ്പോൾ അത് ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ 8000 കോടി രൂപ ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനിയാണിത്. പക്ഷേ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? 12000 കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് ഇപ്പോഴുണ്ട്. അപ്പോൾ 12000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 8000 കോടി രൂപ അവരുടെ അടുത്ത് പിന്നെ എന്താണുള്ളത്? പിന്നെ ക്യാഷ് ആണ് അവരുടെ അടുത്തുള്ളത് അല്ലേ. ലിക്വിഡ് ക്യാഷ് അവരുടെ അടുത്തുണ്ട്. ലിക്വിഡ് എന്ന് പറയാൻ പറ്റില്ല, ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ 12000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ അവർക്കുണ്ട്. അപ്പോൾ 12000 8000 എത്ര? 20000. അവർക്കുള്ള ഡെപ്റ്റ് എത്രയാണ്? ഡെപ്റ്റും അത്ര തന്നെ ഉള്ളൂ, 20000 ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം സീറോ ഡെപ്റ്റ് കമ്പനി തന്നെ ആയില്ലേ. പക്ഷേ നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ എത്ര കാണുന്നുണ്ട് ഇവിടെ? അല്ലാതെ നോക്കുമ്പോൾ ഇവിടെ 20000 കോടി രൂപ ഡെപ്റ്റുള്ള ഒരു കമ്പനിയാണ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. ഡെപ്റ്റ് 20000 കോടി രൂപയാണ്. പക്ഷെ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ആ ഡെപ്റ്റിനോട് അടുത്ത് തന്നെയുള്ള ഫിഗർ അവരുടെ അടുത്ത് ക്യാഷ് തന്നെയുണ്ട്. പിന്നെ ഇതുപോലത്തെ എൻ ബി എഫ് സി അല്ല, പിന്നെ നമ്മളുടെ ഫൈനാൻസിങ് കമ്പനികളിൽ ഡെപ്റ്റ് നമുക്ക് ഒന്നാമത് നോക്കേണ്ട കാര്യമില്ല. കാരണം ഡെപ്റ്റ് അവരുടെ ഇൻവെന്ററി ആണ് ബേസിക്കലി. ഇതാണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഡെപ്റ്റ് വാങ്ങി ഡെപ്റ്റ് കൊടുക്കുക അല്ലേ, കടം വാങ്ങി കടം കൊടുക്കുക. അപ്പോൾ അതിൽ വേറെ ഒന്നും നോക്കാനില്ല. പ്ലഡ്ജ് ആയിട്ട് ഒന്നുമില്ല. ആക്ച്വലി പ്ലഡ്ജ് ആയിട്ട് 0% മാത്രമേ പ്ലഡ്ജ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1% പോലും പ്ലഡ്ജ് ചെയ്യാത്ത ഒരു പ്രൊമോട്ടറാണ് ഈ കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത്, റൈറ്റ്. അതൊരു കാര്യമുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, പ്രൊമോട്ടറിന്റെ കയ്യിൽ ഇപ്പോൾ എത്ര സ്റ്റേക്ക് ഉണ്ട്? 32% ഉണ്ട്. FIIസിന്റെ കയ്യിൽ 31% സ്റ്റേക്കും FIIസിന്റെ കയ്യിൽ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുണ്ട്, റൈറ്റ്. അപ്പോൾ അതും ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ DIIs ആരാണ് ഇതിനകത്തുള്ളത്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കയ്യിൽ 2.57% അവർക്കുണ്ട്. LICന്റെ കയ്യിൽ 2.57% അവരുടെ അടുത്തുണ്ട്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എന്താ പറയുക, നല്ല സേഫ് ആയിട്ടുള്ള ഹാൻഡിൽ തന്നെയാണ് മേജർ ആയിട്ടുള്ള സ്റ്റേക്കും ഉള്ളത്. പിന്നെ പബ്ലിക്കിന്റെ കയ്യിൽ 28% കാണിക്കുന്നുണ്ട്. ആ 28%-ൽ 1% പോയി കഴിഞ്ഞാൽ ഏകദേശം 27% പബ്ലിക്കിന്റെ കയ്യിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോത്ത് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് AUM ബിസിനസ് ഇവർക്ക്. അപ്പോൾ അതിനകത്ത് ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഗ്രോത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ 2021 22,800 ഉണ്ടായിരുന്ന ഈ നമ്പർ ഇപ്പം 34,000 കൂടിയിട്ടുണ്ട്. ഇവിടെ 110 ഉണ്ടായിരുന്ന ഈ നമ്പർ ഇപ്പം 175 വൈസ് വേഴ്സ. 8.2 to 12.4 ആക്റ്റീവ് ഫോളിയോ ഇൻ ലാക്സ്. അപ്പോൾ 12.4 ലാക്ക് ആക്റ്റീവ് പോർട്ട്ഫോളിയോ ഇവർക്കുണ്ട് അല്ലേ. 12.4 ലാക്ക് ആക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമർ ബേസ് ഇവർക്കുണ്ട്, ആക്റ്റീവ് ആയിട്ടുള്ള പൈസ ഇടുന്നത്. അപ്പോൾ പിന്നെ മ്യൂച്വൽ ഫണ്ട് ഡെപ്റ്റ് AUMൽ ഇവർക്ക് 78,000 കോടി രൂപേൻ്റെ INRൽ അതും അവർക്ക് അങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പോൾ 42,000 78,000. അപ്പോൾ വെറും 2 വർഷം നോക്കണം, എല്ലാം 2 വർഷത്തെ കണക്കാണ്. 2 വർഷം കൊണ്ട് ഇത്രയും നല്ല ജമ്പ് ഇവർക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പോട്ടും ഈ ബിസിനസ് മുമ്പോട്ട് പോകില്ല എന്ന് ആരാ പറയുന്നത്? എന്തായാലും പോകും. ഓക്കെ. ഇതിനകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ബ്ലാക്ക് റോക്ക് ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ? It's okay, they are having only 1.1%, but BlackRock is in this company. അതൊരു വലിയ കാര്യമാണ്. ബ്ലാക്ക് റോക്കിന് ഇതിനേക്കാളും കൂട്ടാണെന്നുള്ള ഒരു വലിയ വിഷയമൊന്നുമല്ല അവർക്ക്. LIC ഇതിനകത്ത് 2.6% ആയിട്ട് LIC ഉണ്ട്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കീ ഷെയർ ഹോൾഡേഴ്സിന്റെ ആ ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ഷെയർ ഹോൾഡേഴ്സ് ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ദ വാൻഗാർഡ് ഗ്രൂപ്പും ഇതിനകത്തുണ്ട്, ബാർസൺ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയും ഇതിനകത്തുണ്ട്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്, ഈ കമ്പനിക്ക് അകത്തുണ്ട്. ഓക്കെ. അപ്പം സോ ഇറ്റ്സ് എ വെരി ഗുഡ് കമ്പനി ബേസിക്കലി. അപ്പോൾ ഇനി എനിക്ക് നോക്കാനുള്ളത് എന്താണ്? ഇതിനകത്ത് ടെക്നിക്കൽ ടാർഗറ്റ് എന്താണെന്ന് നോക്കണം അല്ലേ. ഇതുവരെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, എനിക്ക് എല്ലാം കംഫർട്ടബിൾ ആണ്.
പിന്നെ ഇത്രയും വലിയ കസ്റ്റമർ ബേസ് ഉണ്ട് ഇവർക്ക്. ഇതേപോലത്തെ കമ്പനികളായിട്ട് വിപ്രോ തൊട്ട് എല്ലാവരുമായിട്ട് എന്താ പറയുക ഇവരുടെ കസ്റ്റമർ ബേസിലുണ്ട്. അപ്പം ആ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഗുഡ് അബൌട്ട് ദിസ് കമ്പനി. എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഇനി എൻ്റെ ടാർഗറ്റ് നോക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലിൻ്റെ പേരാണ് NRI ട്രേഡർ മലയാളം. ഓക്കെ, അപ്പോൾ ആരും മറക്കണ്ട, ഇവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, നിങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് വീഡിയോസ് ഞാനിങ്ങനെ പിന്നെ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബിസിനസ്സിനെ മനസ്സിലാക്കേണ്ട എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ എൻ്റെ ഈ ചാനലിൽ വരിക. ഇങ്ങനെ ഓരോ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ല, നിങ്ങൾക്കൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വേയിൽ പിന്നെ കാര്യങ്ങളെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് ആണിത്. ആ വെബ്സൈറ്റിലേക്ക് വരാം. അവിടെ ടെസ്റ്റിമോണിയൽസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻറ്റും ഇതുവരെ അറ്റൻഡ് ചെയ്ത ആൾക്കാർ തന്ന ടെസ്റ്റിമോണിയൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അവരുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും കിട്ടിയ അവരുടെ അഭിപ്രായം, കോഴ്സ് അറ്റൻഡ് ചെയ്തതിനു ശേഷം കിട്ടിയ അഭിപ്രായം അവരോട് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വീഡിയോ ടെസ്റ്റിമോണിയൽസ് നമ്മുടെ വെബ്സൈറ്റിലെ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് വരും. അവിടെ പോയി കഴിഞ്ഞാൽ വീഡിയോ ടെസ്റ്റിമോണിയലും സ്റ്റുഡൻസിൻ്റെ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് യൂട്യൂബിലൊന്നുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കുക. നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ എന്താ പറയുക പർച്ചേസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെ നോക്കിയാലും പഠിക്കാൻ ശ്രമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ടാർഗറ്റ് എനിക്ക് കിട്ടുന്നത് ഇതൊരു റിവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ഫോർമേഷനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ അതിൻ്റെ ടോട്ടൽ ഡെപ്തിനെ ഇങ്ങനെ അളന്നിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് നമുക്ക് അവിടെ കിട്ടും. ദാറ്റ് ഈസ് 135 റുപ്പീസ് അല്ലേ. ഇപ്പം അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 78 രൂപയാണ്. ഓക്കെ, ഞാൻ ഇൻവെസ്റ്ററാണ്. എനിക്ക് യാതൊരു കുഴപ്പം ഈ കമ്പനിയിൽ കാണുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും ഇതിനെ ലൈഫ് ടൈം ഹൈ പ്രൈസ് വരെ ഞാൻ ഹോൾഡ് ചെയ്യും. അത് എത്രയാണ് പ്രൈസ്? അതാണ് 200 രൂപ എന്ന് പറയുന്ന പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 80-ഉം എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 200-ഉം ആണ്. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 76% എന്ന ഈ പ്രൈസാണ്. വിച്ച് ഇസ് എത്രയാണത്? 135 എന്ന ടാർഗറ്റാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ടെക്നിക്കൽ പാറ്റേൺസ് ഒക്കെ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് എങ്ങനെയാണ് നോക്കേണ്ടത്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കോഴ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ടാർഗറ്റായിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ഇൻവെസ്റ്ററാണ്, ഇതിനകത്ത് ഞാൻ ഹോൾഡ് ചെയ്യും. ഇതിനകത്ത് വേറെ കുറേ ന്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. എനിക്ക് സ്റ്റോക്കിൽ വിശ്വാസമുണ്ട്, ബിസിനസ്സിൽ വിശ്വാസമുണ്ട്, എൻ്റെ സ്റ്റഡിയിൽ വിശ്വാസമുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുക. കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ എൻ്റെ കോഴ്സ് വാങ്ങി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനലിൻ്റെ കൂടെ നിൽക്കുക. നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ കിട്ടുന്ന വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ടാവും. സോ ബൈ എവ്രിവൺ.